So hello guys, welcome back to another episode of Minecraft Let's Play series. നമ്മൾ തുടങ്ങി ഒരു ലെറ്റ്സ് പ്ലേ സീരീസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു സർവൈവൽ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, പിന്നെ നമ്മൾ ഐലൻഡ് സർവൈവലിൻ്റെ സീരീസ് അവിടെ ഫസ്റ്റ് സീരീസ് അവിടെ തീർന്ന്. ഇനിയൊരു സീസൺ 2 ഉണ്ട്. കുറേ ബിൽഡ് അതിനകത്ത് ഒരു കാസ്റ്റിൽ സൂ അങ്ങനെ കുറേ ബിൽഡുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത സീസൺ ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോൾ ആ സീസൺ വരുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോഴേ വരുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ആ സീരീസ് ഉണ്ടെങ്കിൽ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ പരിപാടി പുതിയൊരു വേൾഡ് നേരെ കളിക്കണം. എൻ്റെ ഡ്രാഗൻ കൊല്ലണം. ലൈറ്റർ എടുക്കണം. അപ്പോൾ നമ്മൾ നേരെ സ്പോണായതാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്പോണായത് തെളിയിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഞാൻ ഡേർട്ട് എടുത്തിട്ട് അത് ഇവിടെ വയ്ക്കാം. ഇവിടെയാണ് നമ്മൾ സ്പോണായത്. ഓക്കെ, ഇവിടുത്തെ വന്നപ്പോൾ തന്നെ കേവൊക്കെ ഉണ്ട്. ഫുഡ്. പിന്നെ ഇവിടെ ട്രീ അങ്ങ് അറ്റത്താണുള്ളത്. പിന്നെ എനിക്ക് ഷീപ്പിനെയും വേണം. അത് ഞാനേ പോയി ഫസ്റ്റ് ആ വുഡ് ഒന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസിക് പരിപാടി. ഈ സീരീസിനകത്ത് ഞാൻ കുറേ ഫാമൊക്കെ പ്രതീക്ഷിക്കണം. ഓട്ടോമാറ്റിക് ഫാമൊക്കെ. ഓട്ടോമാറ്റിക് ഫാം എന്തായാലും ചെയ്യണം നമുക്ക് ഇതിനകത്ത്. ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ കേട്ടോ. ഞാൻ അവിടെ പോയത് കണ്ടത് ഒരു ഷീപ്പല്ലേ. ഞാൻ അവിടെ ഷീപ്പല്ലേടാ കണ്ടേ. ഷീപ്പാണെന്ന് തല്ല, ഷീപ്പ് തന്നെ. കൊല്ല്. ഞാൻ ഫസ്റ്റ് മൈന ബ്ലോക്ക് ഇവിടെ ഇരിക്കട്ട്. ഷീപ്പിനെ കൊല്ല്. ബെഡ്. നമ്മളെ കയ്യിൽ ലൂട്ടിങ് 3 ഉണ്ടോ? ഇല്ല. ലൂട്ടിങ് 3 ഉണ്ടായിരുന്നു നമുക്ക് ചിലപ്പോൾ മൂന്ന് ഊളൊക്കെ ഒരുമിച്ച് കിട്ടിയേനെ. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണമല്ല, വല്ലപ്പോഴും ചെയ്യണ ഒരു പരിപാടിയാണ്, ഒരു ക്ലാസിക് പരിപാടി. നമ്മൾ ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് നമ്മളൊരിടത്ത് പ്ലേസ് ചെയ്യും. അതങ്ങനെയാണ്. തിരുമൊയിൽ ഇങ്ങനത്തെ മൊയിലൊക്കെ കൊല്ല്. PvP പ്ലെയർ അല്ല ഞാൻ. ഒരാടിനെ കൊല്ല് ഞാൻ എത്ര നേരം എടുക്കണമെന്ന് അറിയാമോ? കിട്ടി. എത്ര കൂടി കിട്ടി? 2 ഇല്ല, 2 വൂളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 1 വൂളും കൂടെ മതി നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ. പിന്നെ ഇവിടെ മുയലൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് ഇവിടെ. അപ്പോൾ എല്ലാ ഐശ്വര്യത്തോടെ നേരിട്ട് ഇതൊന്ന് മൈൻ ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്തിട്ട് ഇതെടുത്ത് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും നേരിടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഐശ്വര്യങ്ങൾ നേരിടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണം. നമ്മൾ ഈ ഒരു വേൾഡിൽ നമ്മൾ മൈൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക്. ഇനി ഒരു പ്രാർത്ഥനയും കൂടെ ആവാം. അയ്യോ, പറഞ്ഞു തീർന്നില്ല. ഭാഗ്യം. ഓക്കെ, അവിടെ കുറച്ച് ഷീപ്പെല്ലാം സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാനും ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെ തുടങ്ങാം. ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ട് ആവാം. കുറച്ചും കൂടെ വുഡ് വേണം. ഇത് കൊള്ളാം, നല്ല വലിയ മരം. പെട്ടെന്ന് മൈനേ. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ഗോളെന്ന് വെച്ചൊരു ടെമ്പററി സെറ്റപ്പ്, ഒരു ബേസ് നമ്മളൊരു മലയ്ക്കകത്തെല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം. പിന്നെ ഫുൾ സ്റ്റോൺ ടൂൾസ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഗോള്. കുറച്ച് വുഡും കൂടെ എടുക്കാം. ഒരു സാപ്ലിങ് കിട്ടി നമുക്ക്. നമ്മളവിടെ ഒരു മരം പോലും ഇല്ല. അവിടെ കൊണ്ട് നട്ട് വയ്ക്കുക. സാപ്ലിങ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, നമുക്ക് ബെഡുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ബെഡിനെ കെട്ടി പേടിക്കണ്ട. ഇഷ്ടംപോലെ ബെഡുണ്ട് നമ്മളിപ്പോൾ. കാണണ്ട, പറഞ്ഞ് തീർന്നില്ല. അയ്യോ, അവിടെ പൈസ ഇല്ലടാ പൊട്ട. ഈ സാപ്ലിങ് ഇവിടെ നട്ട് വയ്ക്കട്ടെ. കുറച്ച് വൂള്.
3 വൂളായിട്ടുണ്ട്. 3 വൂളായിട്ടുണ്ട്. ഇനി പോയി നമുക്ക് ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഫസ്റ്റ് ഇത് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്യണത്? ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണമല്ലോ. 4 എണ്ണം ഇത് ഫുള്ള് ഇരിക്കട്ട്. നമുക്കിത് ഫുള്ള് ഈ ലോഗാക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു 16 സ്റ്റിക്ക് മതി. ഇനി ചെയ്യുള്ളത് നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഒരു ബെഡും കൂടെ ഉണ്ടാക്കിയാൽ നമ്മളെ പരിപാടി തീർന്ന്. നമുക്ക് സർവൈവിലുള്ള എല്ലാ സംഭവം. ഇനി നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കി ഇവിടെ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്ത് ഒരു ചെസ്റ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലടാ. ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളതാണല്ലോ. ചെസ്റ്റ് ഒറ്റമിൻ്റെ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂലേ? ക്രാഫ്റ്റിൻ്റെ ഞെക്കി ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റണല്ലോ. നമ്മളെ എത്ര ലോഗില്ലേ? എക്സ്ക്യൂസ് മീ, ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല? സെർച്ച് ചെയ്ത് നോക്കട്ടെ. മജാങ്ക് ജസ്റ്റ് ഇതിൽ മാറ്റിയ ഇതല്ല CH ചെസ്റ്റ് ഇതാണല്ലോ ഇവിടെ കാണിക്കണുണ്ടല്ലോ. എന്താ ഗെയിമിന്? ഓക്കെ, ഇനി ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മളെ ബേസിക് ബേസ്. അതിന് നമുക്ക് പോയി പിക്കാക്സും കൊണ്ട് അതിന് മുമ്പ് ഈ സാധനങ്ങളൊന്നും ഇവിടെ വെച്ചിട്ട് വരട്ടെ. ഫുഡ് സ്റ്റിക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് പോയി മൈൻ ചെയ്യാം. അവിടെ കുറേ എന്തൊരു ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടടാ. ഷെൻഡാളിയ ഇത്രയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോനെ, നമുക്കിവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ സ്റ്റോണെല്ലാം എടുത്തുകൊണ്ട് പോകാം. മാക്സിമം എനിക്കൊരു 20 കൊബിൾ സ്റ്റോൺ വേണം. കൊബിൾ സ്റ്റോൺ ഇഷ്ടം പോലെ വേണം. ഓക്കെ, കുറച്ച് കൊബിൾ സ്റ്റോൺ ഇവിടെ നിന്ന് എടുക്കണം. ക്രാഫ്റ്റ് ടേബിളും കൂടെ എടുക്കാനുള്ളായിരുന്നു. എന്തൊരു മണ്ണത്തലോടാ കാണിച്ചേ. നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് ആക്കിയായിരുന്നു. അതിന് കുറച്ചും കൂടെ മതി. പെട്ടെന്ന് ഒരെണ്ണം കൂടെ. താങ്ക് യു. ഇവിടെ ഞാൻ എവിടെയോ കോള് കണ്ടതുപോലെ. പിന്നെ ഈ സീസണിനകത്ത് മാക്സിമം മരിക്കാതിരിക്കാൻ ശ്രമിക്കാം ഇല്ലേ? അല്ല തന്നെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ മരിക്കും, ഉറപ്പാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. ഒരു പിക്കാക്സും കൂടെ ഇരിക്കട്ടെ, ഒരു സ്റ്റോണും കൂടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ സ്റ്റോൺ ഇവിടെ വച്ചിട്ട് മണ്ടയിലോട്ടൊരു സ്റ്റെയർ കേസ് പണിയാം. ഓക്കെ, ഇനി ചെയ്യാനുള്ള പോവുക. ഇവിടെ കോള് ഞാൻ കണ്ടിരുന്നു. ഇവിടെ ഞാൻ അതാണ് മണ്ടയിൽ പോയി ആ കോളും കൂടെ ഒന്ന് കൊത്തി എടുത്തിട്ട് തന്നെ തിരിച്ചു വരാം. എൻ്റെ വുഡൻ പിക്കാക്സിൻ്റെ പണി ഇപ്പം തീരും. അയ്യേ, 2 കോള് ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടെ. വെറും 2 കോള്. അതിനാണ് ഞാൻ ഇത്രയും കിടന്ന്. അയ്യോ, എൻ്റെ ബേസ് എടാ, ഞാൻ ഇതിനകത്ത് കയറിയിട്ട് കുറച്ച് നേരം പോലും ഇല്ല. അപ്പോഴത്തേക്ക് ഇതൊക്കെ രാത്രിയാവാറായി. എൻ്റെ കോളും ഇതൊക്കെ ഇവിടെ വച്ചിട്ട് എവിടെയാ എല്ലാം ഐശ്വര്യവും നേരിടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ മൈൻക്രാഫ്റ്റിൽ ഫസ്റ്റ് ഞാൻ കിടക്കാൻ പോയാണ്. എന്ത് നല്ല രാത്രി. എടാ, ഞാൻ കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കിയില്ലടേ. നമുക്കൊന്ന് കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കാം. എവിടെ കോർഡിനേറ്റ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഇതിൻ്റെ സീഡ്. ഇതാണ്. പിന്നെ കോർഡിനേറ്റ്സും എത്ര ദിവസം ഞാൻ കളിച്ചു. ഇപ്പം എൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ 31ആണ്. ഞാൻ സ്പോണായത് എവിടെയായിരുന്നടാ? ഇവിടെ എവിടെയില്ല സ്പോണായത്. ഇവിടെ ഇല്ലല്ലോ. അങ്ങ് അറ്റമാണെന്ന് തോന്നുന്നു സ്പോണായത്.
ഇവിടെ എവിടെയോ ഞാൻ സ്പോണേ. ഇനി നമുക്ക് ബേസിക് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഫസ്റ്റ് എൻ്റെ സ്റ്റോണും ഇതൊക്കെ എടുത്തിട്ട് ഫർണസും പിന്നെ ബേസിക് ടൂൾസും, എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പ് ബേസും കൂടെ പണി തുടങ്ങാം. ഓക്കെ, ഒരു ഫർണസും ഒരു സോഡ്, ആക്സ്, ഷവല്, പിക്കാക്സ്. പിക്കാക്സാണ് ഈ മൈൻക്രാഫ്റ്റിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം. ഓക്കെ, ഇനി എൻ്റെ ഫർണസ് ഇവിടെ വെച്ചിട്ട് ഫർണസ് ഇവിടെ പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെമ്പററി സെറ്റപ്പായിട്ടുള്ള എല്ലാ സംഭവം തീർന്നിട്ടുണ്ട്. ഒരു ബേസ്, ചെറിയൊരു ബേസായി, ഫുൾ സ്റ്റോൺ ടൂൾസായി. മൈനിങ്ങിനൊക്കെ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ പോകും. അതിന് നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാം. ഒരു അയൺ ഇങ്ങറ്റ് കിട്ടിയിരുന്നെങ്കിലേ ഇത് ഒരു ഷീൽഡ് ഉണ്ടാക്കായിരുന്നു. ലെതർ കിട്ടി, നല്ല കാര്യം. കുറച്ച് ഫുഡ് വേണം. എനിക്കിപ്പോൾ തൽക്കാലത്തേക്കുള്ള ഫുഡായിട്ടുണ്ട്. ഇനി എനിക്ക് കിട്ടി വൂളും ഇതൊക്കെ വെച്ച് ഈ ചെസ്റ്റിനകത്ത് വയ്ക്കാം. ലെതറിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് ഇനിയും ഉണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഫുഡെല്ലാം എടുത്ത് ഈ കോളും എടുത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എന്നാലും ഞാൻ കുറച്ച് വുഡും കൂടെ എടുത്തിട്ടേ. അത് ശരി, നല്ല തീരുമാനം. ഞാൻ പോയി കുറച്ച് വുഡ് എടുത്തിട്ടോട്ട്. ഒരു ആക്സും കൂടെ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു അല്ലേ. മിക്കവാറും ഞാൻ ഈ വുഡെല്ലാം എടുത്ത് ആക്സിൻ്റെ പണി തീരും. ഈ ഒരു ഫുൾ വുഡും എടുത്ത് ഓക്കെ. ഇന്നത്തെ എപ്പിസോഡ്, ഈ ഒരു സീരീസ് അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീരീസിൽ ഞാൻ മൈനിങ്ങിന് പോയി ഫുൾ അയൺ ആർമർ ആവാനാണ് ഞാൻ നോക്കണം. നമുക്ക് അടുത്ത സീരീസ് ഫുൾ അയൺ ആർമർ ആവാം. ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി വുഡ് ഉണ്ടായിരുന്നില്ലേടേ. ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, വുഡിൻ്റെ ആവശ്യമുണ്ട് എനിക്ക്. ഫുഡ് കിട്ടി. ഇനി നമുക്ക് ഞം അടിക്കാം. ഞാൻ സൗണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ആശ്വാസം. ചെസ്റ്റ് വർക്ക് ആടാ പറഞ്ഞേ. ആടാ ക്രാഫ്റ്റിംഗ് ടേബിൾ തുറക്കാൻ പറഞ്ഞേ. ഇപ്പോൾ ഓക്കെ. ഞാൻ ഫുഡൊക്കെ കടിച്ച് സെറ്റ് ആവട്ട്. ഫുഡ് കഴിയടാ. എനിക്ക് എൻ്റെ വയറ് ഫുള്ളായില്ലേ പറയാൻ പോലെ. ഓക്കെ, എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫുഡ് ഫുള്ളൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എൻ്റെ ആവശ്യമുണ്ട് എനിക്ക്. ഇവിടെ ഒരു ബീഹൈവ് ഉണ്ടല്ലോ. ഇത് പിന്നീട് എനിക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. കുറച്ച് ഫുഡും കൂടെ എനിക്ക് വേണം പ്ലീസ്. എനിക്കിനിയും ഫുഡ് വേണം. താങ്ക് യു. എനിക്കിനി ഫുഡ് വേണം. താങ്ക്സ്. ഇനി ആരും താങ്ക്സ് പറയുന്നുണ്ടോ? ആരെങ്കിലും ഒരു താങ്ക്സ് പറയാൻ ഇല്ലല്ലോ അല്ലേ? ആര് പറഞ്ഞ്? നമുക്കൊരാളും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഷുഗർ കെയിൻ ഉണ്ടല്ലോ. നമുക്കൊരു ചെറിയൊരു ഫാം തുടങ്ങാം. ഷുഗർ കെയിൻ ഫാം തന്നെ ആയിക്കോട്ടെ. ഇന്നത്തെ എപ്പിസോഡിലൊരു കാര്യം കൂടെ ചെയ്യണം. നമുക്കൊരു ഫാമും കൂടെ തുടങ്ങാം. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു കുട്ടി കുതിര, ഒരു വലിയ കുതിര. കൊള്ളാലോ. ഈ ഫുഡെല്ലാം കുക്ക് ചെയ്യാൻ വയ്ക്കാം. പിന്നെ എനിക്ക് 2 ഷുഗർ കെയിനും കിട്ടി. അതിവിടെ ഫാം ചെയ്യാനും വയ്ക്കാം. ഷുഗർ കെയിൻ ഫാം അങ്ങനെ ആകട്ടെ. നമുക്കിനി ഒരു ഫുഡ് ഫാമും കൂടെ ഉണ്ടാക്കാം. ഒരു വീറ്റ് ഫാം. അതിനുള്ള സീഡ് പൊട്ടിക്കട്ടെ. സീഡ് പറഞ്ഞ് തീർന്നില്ല, അപ്പോഴത്തേക്കും കിട്ടി. ഒരു ബക്കറ്റ് ഇട്ടാനുള്ള താമസമേ ഉള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, എല്ലാം തനിയെ പൊട്ടിക്കോളും. ഇവിടെ നിന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഓക്കെ, കുറച്ച് സീഡും കൂടെ എനിക്ക് വേണമായിരുന്നു. എനിക്കൊരു ഏകദേശം ഒരു 20 സീഡ് വേണം. ഈ ഒരു പോക്കാണെങ്കിൽ ഒരു സീഡും കൂടി കിട്ടുമോ എനിക്ക് തോന്നുന്നു. ഒരെണ്ണം കിട്ടിയില്ല.
ഒന്നുമില്ല കിട്ടിയില്ല. ഒന്നും ഇല്ലേ? ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കൂടെ കിട്ടി. 3 കിട്ടി. പറഞ്ഞു തീർന്നില്ല. ചില സമയത്ത് ലക്കും ഉണ്ട്, ചില സമയത്ത് ലക്കില്ല. ഓ പൊട്ടിച്ച് ഇതായപ്പോൾ എനിക്ക് 9 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടി. 10 ഒരു ചെറിയൊരു ഫാമിലി കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, 11 ഇവിടെ. ഓക്കെ, സെറ്റ്. ഒരു സോംബിയുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടും. 15. പറഞ്ഞു തീർന്നില്ല. താങ്ക്സ്. നമുക്ക് 15 സീഡ്സ് കിട്ടിയിട്ടുണ്ടേ. പിന്നെ നമുക്കൊരു ഹോ ഉണ്ടാക്കണം. അതിന് സ്റ്റോൺ വേണമല്ലോ. പിന്നെ ഞാൻ ഗുഹയ്ക്കകത്ത് ഇറങ്ങി പോകണമെന്നാണ് പറയണേ. എനിക്ക് ഒന്ന് പോടപ്പോൾ. ഇത്രയും വലിയ ഗുഹയ്ക്കകത്ത് ഇറങ്ങാൻ എനിക്ക് ഭ്രാന്തല്ലേ. എന്താ ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. എനിക്ക് 3 സ്റ്റോൺ മതി. 3 സ്റ്റോൺ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പോയി നമ്മൾ സ്റ്റിക്ക് കൊടുത്തൊരു ഹോ ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ തന്നെ ഒരു ഫാം ലാൻഡും കൂടെ ഉണ്ടാക്കാം. ഒരു സ്റ്റിക്ക്. ഒരു ഹോ ഉണ്ടാക്കണം. ഒരു ഹോ ഉണ്ടാക്കണം. എങ്ങനെയാടാ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നമുക്കൊരു സ്പിയറും കൂടെ ഉണ്ടേ. ഇതൊരു സ്പിയർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിൽ? എങ്ങനെയാണ് സംഭവം? നമ്മൾ ഫ്രണ്ട്സ് ആവോ പ്ലീസ്? ഫ്രണ്ട്സ് ഫ്രണ്ട്സായി. ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ആവാനുള്ള സംഭവം എൻ്റെ ഇല്ലടോ. എനിക്ക് സാഡലൊന്നുമില്ല. കുറച്ച് ഫുഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കുക്ക് ചെയ്യാൻ വയ്ക്കുക. അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫാം. ഞാൻ ഹോ ഉണ്ടാക്കിയല്ല. ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കിട്ടിയ ഹോ വെച്ച് നമുക്ക് ഒരു ഫാം ലാൻഡും കൂടി ഇവിടെ ഉണ്ടാക്കാം. ചുമ്മാ ടെമ്പററി സെറ്റ് ഫാം ലാൻഡാണ്. നമ്മളൊരു ഓട്ടോമാറ്റിക് ഉണ്ടാക്കും. ഈ ഹോ പൊട്ടന്മാരെ വെച്ചാല വേണ്ട. ഇപ്പം തൽക്കാലത്തേക്ക് ഇത്ര മതി. കുറച്ച് ഇങ്ങോട്ടും കൂടെ ഒന്ന് വയ്ക്കാം. ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് ഫുള്ള് ഫില്ലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോള് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായിരുന്നു? ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എൻ്റെ കുറേ ചപ്പ് ചോറിയിരിക്കും. ഇത് നമുക്കൊരു സ്റ്റോറേജും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരും കേട്ടാൽ നല്ല ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഗോൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെറിയൊരു ടെമ്പററി സെറ്റപ്പ്, ഒരു ബേസ് ഉണ്ടാക്കി. ഫുൾ സ്റ്റോൺ ടൂൾസായി. വാളുണ്ട്. പിന്നെ ഒരു ഫാം ലാൻഡ് ഉണ്ടാക്കി. ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ. ഇന്നത്തെ ഗോൾ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ദിവസം നമ്മൾ മൈനിങ്ങിന് ഇറങ്ങണം. എന്നിട്ട് കുറച്ച് രണ്ട് എപ്പിസോഡും കൂടെ കഴിയുമ്പോൾ എൻ്റെ ബേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ കുന്തവിടെ ഇത് 2 രീതി പിടിക്കും. എങ്ങനെയെന്തോ 2 രീതി പിടിക്കും. ഒന്ന് ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇതിനെങ്ങനെ ആക്രമിക്കാൻ പറ്റുമോ?
ഉണ്ട്. നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇത് ഒരേ രീതിയിൽ തന്നെ ഇരിക്കണേ. ഓ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ചാടണം. ഓ സീൻ കൊള്ളാം, ഭയങ്കര യൂസ്ഫുൾ കേട്ടോ ഇത്. ഓക്കെ, ഇനി എൻ്റെ സെക്കൻഡ് ഡേയും കൂടെ ഇത് ആഘോഷിക്കട്ടെ. ഇത്രയും ദിവസമായിട്ട് മോബ്സിൻ്റെ ഒരു ശല്യം എനിക്കുണ്ടായിട്ടില്ല. നമ്മളെ സെക്കൻഡ് നൈറ്റ് ആയിട്ടുണ്ട്. ഡേ 2 പ്ലേഡ്. ഞാൻ ഒരു വാളും പിടിച്ച് ഞാൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഇനി എൻ്റെ അടുത്ത എപ്പിസോഡ് ഞായറാഴ്ച വരുന്നതായിരിക്കും. ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം എൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ 100 ആണ്. 100 സബ്സ്ക്രൈബ് കിട്ടണം. അങ്ങനെ 1K അടിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.